Hi all, welcome to Competitive Cracker. It's me Vishnu Ashok. അപ്പോൾ ഞാനൊരു പുതിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ HSST കൊമേഴ്സിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് എല്ലാവരും അപ്ലൈ ഒക്കെ ചെയ്ത് എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങി കാണുമായിരിക്കും അല്ലേ. അപ്പോൾ ഉടനെ തന്നെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വരും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് എഴുതിയാലോ. നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ PSCയുടെ അതേ മാതൃകയിൽ തന്നെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാണ്, ഒരു മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാണ്. നമുക്കറിയാം നമ്മളുടെ എന്താണ് 100 മാർക്കിനാണ് നമുക്ക് HSST കൊമേഴ്സ് വരുന്നത്. അപ്പോൾ അതിന്റെ എന്താണ് ഈ ഒരു 7 മൊഡ്യൂൾ സബ്ജക്ട് മൊഡ്യൂളിന്റെ അകത്ത് എല്ലാം കൂടി 70 മാർക്കും ജനറൽ പേപ്പറിന് 30 മാർക്കും കൂടി വന്ന് 100 മാർക്കിനാണ്. അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു PSC മാതൃകയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാനായിട്ട് പറ്റും. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എവിടെ വരെയായി, നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്, റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ ഏത് നിലവാരത്തിൽ എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ എക്സാമിലൂടെ പറ്റും. CCയിലെ തന്നെ വിദഗ്ധരായിട്ടുള്ള അധ്യാപകർ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിരിക്കും ക്വസ്റ്റ്യൻ, വളരെയധികം സ്റ്റാൻഡേർഡ് ആയിരിക്കും. നമ്മുടെ PSCയുടെ പുതിയ മാതൃക അനുസരിച്ചുള്ള ക്വസ്റ്റ്യനുകൾ തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എത്രത്തോളം, നിങ്ങളുടെ പഠന നിലവാരം ഏത് രീതിയിലാണ് പോകുന്നത്. ഈ രീതിയിൽ പോയാൽ നിങ്ങൾക്ക് റാങ്ക് നേടാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ഈ ഒരു എക്സാം കഴിയുമ്പോൾ, അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ സിലബസിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ എക്സാം എഴുതാനായിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CCക്ക് ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. HSST കൊമേഴ്സിനായിട്ട് ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. HSSTയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, HSSTയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ഈ ഗ്രൂപ്പിലൂടെ തന്നെ അറിയാനായിട്ട് സാധിക്കും. പിന്നെന്താണ്, നമ്മളുടെ ഈ ഒരു ഡേറ്റ് നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. നമ്മൾ ആഗസ്റ്റ് 15 അതുപോലെ തന്നെ ആഗസ്റ്റ് 18 വരെയൊക്കെയാണ് നമ്മൾ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ്, എല്ലാവർക്കും എഴുതാനായിട്ട് പറ്റും. ഒരുപാട് ആളുകൾ എഴുതുന്നത് തന്നെ നിങ്ങൾ ഒരു കോമ്പറ്റീഷൻ മൈൻഡോട് കൂടി തന്നെ എഴുതുക. കൃത്യമായിട്ട് പഠിച്ച് ആ ഏരിയകളൊക്കെ ഒന്ന് മനസ്സിലാക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് സെക്ഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങളുടെ നിലവാരം എത്രത്തോളം ഉണ്ട്, ഇനി ഏതെല്ലാം ഏരിയകൾ നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠിച്ച ഏരിയകൾ അതേ രീതിയിൽ തന്നെയാണ് പഠിക്കുന്നത്, പ്രോബ്ലം ഏരിയാസിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം, അല്ലെങ്കിൽ ജനറൽ ഏരിയകളിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുള്ളത്, ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഏതിലൂടെ സാധിക്കും, ഈ ഒരു എക്സാമിലൂടെ സാധിക്കും. ഏറ്റവും ഉയർന്ന സ്കോറിൽ തന്നെ എത്താനായിട്ട് ശ്രമിക്കുക, ആ രീതിയിൽ തന്നെ പഠിക്കുക. അപ്പം നമുക്ക് ആ ഒരു PSCയുടെ മാതൃകയിലുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണ്, 100 ക്വസ്റ്റ്യനുകൾ കിട്ടുകയാണ്. അത് തന്നെ നിങ്ങൾ ആലോചിക്കുക, 100 ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് കിട്ടുകയാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 100 ക്വസ്റ്റ്യനുകൾ കിട്ടുകയാണ്, അതും ഫ്രീ ആയിട്ട്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാനായിട്ട് ശ്രമിക്കുക. എഴുതി തുടങ്ങുന്നവർ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യനുകൾ മുഴുവനും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് തന്നെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. അതായത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സമയം മുഴുവൻ അതിനുവേണ്ടി ചെലവഴിച്ച് ആ ക്വസ്റ്റ്യനുകൾ മുഴുവൻ അറ്റൻഡ് ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തെ എത്രത്തോളം, നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഈ എക്സാം നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ പഠനത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ പഠിക്കാത്ത ഏരിയകൾ മനസ്സിലാക്കാൻ പറ്റും, ആ ഏരിയകളിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രമിക്കുന്നില്ല പോലും നിങ്ങളുടെ ഫ്രണ്ട്സ് ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നല്ല രീതിയിൽ HSST കൊമേഴ്സ് നേടണം, ഒരു കൊമേഴ്സ് അധ്യാപകനാകണം, ഒരു ഗവൺമെന്റ് സ്കൂളിൽ കൊമേഴ്സ് അധ്യാപകനായി പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ രജിസ്റ്റർ ചെയ്യട്ടെ, അവർ എക്സാം എഴുതട്ടെ, അവരുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് അവർക്ക് നിങ്ങൾ ഒരു വഴികാട്ടിയായിട്ട് മാറട്ടെ. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ടും ഈ ഒരു എക്സാമിന് വേണ്ടി ആഗ്രഹിക്കുന്ന HSST കൊമേഴ്സ് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. താങ്ക്